ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡിഫറെൻ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബർഗറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് പാറ്റി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ വെജ് പാറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെജ് പാറ്റിക്ക് വേണ്ടി ഞാൻ ബ്രെഡ് ക്രംസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓട്സ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുകയാണ്. അപ്പോൾ ഓട്സിന് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കസ്തൂരി മേത്തി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഓട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് വെച്ചിട്ടും കോട്ടിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് നല്ലപോലെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനതിന് ജസ്റ്റ് പീൽ ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്യുക, നന്നായിട്ട് ഉടയ്ക്കുക. ഇതിപ്പോൾ ഒരു കപ്പ് ഫുള്ള് ഒരു ബൗള് ഫുള്ള് പൊട്ടറ്റോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഓട്സ് ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ ബോളാക്കി ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോഴും ഞാൻ യൂസ് ചെയ്യും. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് ഞാനൊരു ഹാഫ് സവാള അരിഞ്ഞിട്ട് ആഡ് ചെയ്യാണ്. അതേപോലെ തന്നെ ഒരു 2-3 പച്ചമുളകും കൂടി ആഡ് ചെയ്യാണ്. ഇതിപ്പോൾ ഞാൻ 6 പാറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പെട്ടെന്ന് സവോള വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ ബ്രൗൺ കളർ ആവുന്ന വരെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് മസാല ആഡ് ചെയ്യാം. ഞാനിതിൽ വറ്റൽമുളക് പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്, കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഗരം മസാല, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിലൊന്നും അളവില്ല, നിങ്ങൾക്ക് അറിയുന്ന അനുസരിച്ച്, അതായത് നിങ്ങളുടെ എമൗണ്ടിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഹാഫല്ല, അതിൻ്റെയും കുറച്ചൊക്കെ ആഡ് ചെയ്യുന്ന കേട്ടോ. ഇത് ഞാൻ ചാട്ട് മസാലയാണ് ആഡ് ചെയ്യുന്നത്, ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതില്ലെങ്കിലും പ്രശ്നമില്ല. ഇനി നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച നമ്മുടെ ബോയിൽഡ് പൊട്ടാറ്റോസ് മൊത്തം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് എരിവ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പോൾ കുറച്ച് കളർ കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് നല്ലപോലെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി പാറ്റി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരേ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് വെച്ചിട്ട് ഞാൻ സൈസ് ചെയ്യണം. അപ്പം നമുക്ക് ഈക്വൽ എമൗണ്ടിലുള്ള പാറ്റി കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം. ഇനി നോൺ വെജിറ്റേറിയൻ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചിക്കൻ കൂടി ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതേപോലത്തെ ഷേപ്പാക്കിയിട്ട് ഞാനിങ്ങനെ വയ്ക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം. ഇതിനകത്ത് പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾസും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ്, ബീൻസ്, അതേപോലത്തെ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഈ മിക്സിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സ് പൊടിച്ചതോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതോ കൂടി ആഡ് ചെയ്യാം, കുറച്ചും കൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എല്ലാ പാറ്റിയും ഈ ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മൈദ കലക്കി ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ആ മൈദ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടയാണെങ്കിലും കലക്കാം കേട്ടോ. ഞാൻ പ്യുവർ വെജിറ്റേറിയൻ സൈഡാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾ മൈദ ഇതേപോലെ കലക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓട്സ് കോട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഓട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആണെങ്കിലും ചെയ്യാം കേട്ടോ. നല്ലപോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞാനിത് രാത്രി ആട്ടോ ചെയ്ത് വെക്കുന്നത്. രാത്രി ഇതേപോലെ ചെയ്തിട്ട് ഞാൻ പിറ്റേ ദിവസം മോർണിംഗിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബർഗർ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ രാത്രി ഇതേപോലെ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുത്തിട്ട് ഞാൻ അതിലേക്കെല്ലാം പ്ലേസ് ചെയ്യാണ്. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. ഞാൻ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ബർഗറാണ്. ഞാൻ ഇതേപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഞാൻ വെക്കുകയാണ്. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ ഞാൻ വെക്കുകയാണ്.
ഓക്കെ, പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീറ്റ് ഫസ്റ്റ് തന്നെ ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്യാണ്. അപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ടൊമാറ്റോസ് ഉണ്ടായി, ഓണിയൻ ഉണ്ടായി, വേറെ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. കുക്കുംബർ ആഡ് ചെയ്യാം, കുക്കുംബറൊക്കെ എന്തായാലും ബർഗറിന് നല്ലതാണ്. അതേപോലെ ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ ലെറ്റ്യൂസ് ലീഫ് ആഡ് ചെയ്യാം. ബർഗറിനൊക്കെ എന്തായാലും യൂസ് ചെയ്യുന്ന കുറേ വെജിറ്റബിൾസും ലീഫൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ആഡ് ചെയ്തൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാറ്റി എടുത്തിട്ടുണ്ട്. അത് ലുലൂന്ന് വാങ്ങിച്ച ബണ്ണാണ് കേട്ടോ. അത് നല്ല വെർത്തായിട്ടുള്ളൊരു ബണ്ണാണ്. അതായത് 45 റുപ്പീസിന് എനിക്ക് 6 പീസ് ബർഗറാണ് കിട്ടിയത്. അപ്പം ഞാനത് സൈഡിൽ ജസ്റ്റ് കട്ട് ചെയ്യാണ്. ഫസ്റ്റ് കട്ട് ചെയ്തപ്പോൾ ശരിയായില്ല. അപ്പം ഞാൻ നല്ല ബർഗർ കട്ട് ചെയ്യുന്ന ബണ്ണുണ്ട് കേട്ടോ, ബർഗർ കട്ട് ചെയ്യുന്ന കത്തിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ബർഗർ കട്ട് ചെയ്തത്. അപ്പം ഞാൻ ബാക്കിയുള്ള നമ്മുടെ പാറ്റി ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ നടുക്കിൽ നിന്ന് ബൺ മുറിച്ചിട്ട് മയോണൈസാണ് ഞാൻ ആഡ് ചെയ്തത്. കുറച്ച് ഹെൽത്തി വേർഷനായിട്ടുള്ള മയോണൈസാണ്. അതായത് ഞാൻ ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് ഞാൻ മയോണൈസ് ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇതേപോലെ മയോണൈസ് ആഡ് ചെയ്തു. അതിന് ക്യാപ്സിക്കം വെച്ചു, തക്കാളി വെച്ചു, നമ്മുടെ പാറ്റി വെച്ചു. അതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി മയോണൈസ് ആഡ് ചെയ്തു, എന്നിട്ട് അടച്ചു. ഇങ്ങനെ നല്ലൊരു ബർഗറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എന്തായാലും പുറത്ത് പോയി ബർഗറൊക്കെ കഴിക്കാൻ ഭയങ്കര ടഫായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ട് പറയാം. അപ്പം ഞാൻ ബാക്കി ബർഗറും ഇതേപോലെ സെറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതിൻ്റെ കൂടെ ബ്ലാക്ക് കോഫിയാണ് സെർവ് ചെയ്തത്.